ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞ പോലെ സെൻറ്റ് ജെയിംസ് പാർക്കിലെ 3 പോയിൻറ്റ്സ് ആണ് നമ്മുടെ ടീമിൻ്റെ എനർജി ഈ സീസണിലോട്ട് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. കാരണം സെൻറ്റ് ജെയിംസ് പാർക്കിൽ പോയിട്ട് 2020 ശേഷം നമ്മൾ ജയിച്ചിട്ടില്ല. സോ ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ അത് വളരെ 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 വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിന് കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ കളി ജയിക്കോ ഇല്ലേ, എന്തായിരിക്കും സ്കോർ എന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കാനുണ്ട്. ഈ കളിയിൽ മിക്കവാറും ബ്രൂണോ ഗുമേറസ് എന്ന മിഡ്ഫീൽഡർ കളിക്കില്ല എന്നാണ് ഇതുവരെ കിട്ടുന്ന ഒരു ന്യൂസ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ടീമിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാരി മെഗ്വയർ, ലിസാൻഡ്രോ മാർട്ടിനസ്, ലൂക്ക് ഷോ, മത്തിയാസ് ഡിലിറ്റ്, മേസൺ മൗണ്ട്, പാട്രിക് ഡോർക്കു, ഇത്രയും പ്ലെയേഴ്സ് മിസ്സിംഗ് ആണ്. സോ നമ്മളും ഇഞ്ചുറി എഫക്റ്റഡ് ആയിട്ട് പോകുന്നൊരു ടീമാണ്, അവർക്കും ഇഞ്ചുറി പ്രോബ്ലംസ് ആയിട്ട് വരുന്നൊരു ടീമാണ്. പക്ഷേ കളിക്കുന്നത് സെൻറ്റ് ജെയിംസ് പാർക്കിലാണെന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ന്യൂകാസിലിനുണ്ട്. എന്നൊക്കെ നമ്മളെ കിട്ടിയിട്ടുണ്ടോ സെൻറ്റ് ജെയിംസ് പാർക്കിൽ, അന്നൊക്കെ നമ്മളെ തൂക്കി വാരി അടിച്ച് നിലത്തിടാൻ അവർ നോക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി വിത്ത് ഫിസിക്കാലിറ്റി. ആ ഫിസിക്കാലിറ്റിയാണ് എനിക്ക് ഇവിടെയും പേടി. കാരണം ജോലിൻ്റെ പോലത്തെ മിഡ്ഫീൽഡേഴ്സൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡേഴ്സിനെ ശരിക്കാണ്ട് വാരി പൂച്ചി കളയും. ഉള്ള കാര്യം പറയാം. അതുകൊണ്ട് ഈ കളി നമുക്ക് ജയിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ടഫ് മാച്ചാണ്. പക്ഷേ ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൂസ്റ്റ് ഈസ് ദ കോൺഫിഡൻസ് ഓഫ് അവർ എനർജി എന്ന് പറഞ്ഞ പോലെ സെൻറ്റ് ജെയിംസ് പാർക്കിലെ വിൻ വിൽ ബി ദ കോൺഫിഡൻസ് ഓഫ് അവർ എനർജി ഈ സീസണിലോട്ട്. ഇനി ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി സോളിഡ്, ടോപ്പ് 3 കിട്ടാനായിട്ടുള്ളൊരു സോളിഡ് ടീമാണ് നമ്മൾ. പക്ഷേ ഈ കളി ജയിക്കുമോ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഈ ന്യൂകാസിൽ യുണൈറ്റഡ് ഡിഫെൻസീവ്ലി വളരെ വൾണറബിളാണ് ഈയിടെയായിട്ട്. അതിൻ്റെ പോലെ തന്നെ അവരുടെ ഗോൾ കീപ്പറും വളരെ വൾണറബിളാണ് ഈയിടെയായിട്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ 6 മാച്ചസ് ആയിട്ട് അവർ 15 ഗോൾ അടിച്ച് കൂട്ടിയിട്ടുണ്ട് ന്യൂകാസിൽ. സോ അവർക്ക് ഗോൾ അടിക്കാൻ മടിയൊന്നുമില്ല. പക്ഷേ ഡിഫെൻസീവ്ലി പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ന്യൂകാസിൽ ഈ ടേബിളിൽ ഇപ്പോൾ നിൽക്കുന്നത് 13th ആണ്, 1-3. നമ്മൾ നിൽക്കുന്നത് 3rd ആണ്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ XG എടുത്ത് നോക്കുകയാണെങ്കിൽ ന്യൂകാസിൽ അണ്ടർ പെർഫോമിംഗ് ആണ്. ന്യൂകാസിൽ ഇപ്പോൾ 7th ആണ് നിൽക്കേണ്ടത്, പക്ഷേ അവർ ഇപ്പോൾ 13th ആണുള്ളത്. ബ്രൂണോ ഗുമേറസ് ആണ് അവരുടെ ടോപ്പ് സ്കോറർ. 9 ഗോൾസ് എന്താണ് അവർ അടിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് അറ്റാക്കിങ്ങിലും അതേപോലെ തന്നെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടും അവരുടെ പ്ലെയർ ഓഫ് ദ സീസണായി മാറാൻ പറ്റുന്നൊരു പ്ലെയറാണ് ബ്രൂണോ ഗുമേറസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി, അല്ലെങ്കിൽ നമുക്ക് ഫോർച്ചുനേറ്റ്ലി അവൻ ഈ കളിയിൽ ഔട്ടാണ്. ഇനി നമ്മുടെ കാര്യം, അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് ദ ഓൺലി അൺബീറ്റൺ ടീം ഇൻ 2026 കാലണ്ടർ ഇയർ. അതുകൂടാതെ തന്നെ വി ഹാവ് കം ബാക്ക്. 5 തവണ നമ്മൾ കം ബാക്ക് നടത്തിയിട്ടുണ്ട് നമ്മൾ പിറകിൽ പോയതിന് ശേഷം. ഈ കാലണ്ടർ ഇയറിലെ ഏറ്റവും ഇൻഫോം ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അപ്പോൾ റൈവൽ ഫാൻസ് കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ആവാം. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അൺബീറ്റൺ. ബോക്സിംഗ് ഡേ മുതൽ നമ്മൾ അൺബീറ്റൺ ആണ്. അതേപോലെ തന്നെ മൈക്കിൾ കാരിക്കിൻ്റെ 9 ലീഗ് ഗെയിമിൽ നിന്നും 23 പോയിൻ്റാണ് ബെസ്റ്റ് എവർ മാനേജറിയൽ സ്റ്റാർട്ട്. സോ അപ്രിഷിയേറ്റ് മൈക്കിൾ കാരിക്. സ്ട്രക്ചർ ഇഷ്യൂസ് ഉണ്ടാവും, ടാക്ടിക്കൽ ഇഷ്യൂസ് ആവും, പക്ഷേ റിസൾട്ട് ഈസ് റിസൾട്ട് എൻഡ് ഓഫ് ദ ഡേ. ഈ ഒരു ഇൻ്ററിം കോച്ചായിട്ട് മൈക്കിൾ കാരിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ലോങ് ടേമിൽ എനിക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വേർ വി ഫിനിഷ്, ഹൗ വി പ്ലേ ഫുട്ബോൾ, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷേ റൈറ്റ് നൗ അപ്രിഷിയേറ്റ് മൈക്കിൾ കാരിക്. കാരണം ഒരു അന്യായ പെർഫോമൻസാണ് മൈക്കിൾ കാരിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ അയാളുടെ പ്രത്യേകിച്ച് അയാളുടെ ടാക്ടിക്സും എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം ഐ ഫീൽ ഇറ്റ്സ് വെരി എന്താ പറയുക, ഒരു ബോറിംഗ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ സ്ട്രക്ചറലി ഫോർമേഷൻ വൈസ് ആണെങ്കിലും ടാക്ടിക്സ് വൈസ് ആണെങ്കിലും എനിക്ക് കുറേ ഇഷ്യൂസ് ഞാൻ കാണുന്നുണ്ട്. നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പക്ഷേ ഒരു ഇൻ്ററിം കോച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഹീ ഈസ് ഡൂയിങ് എ മാസീവ് ജോബ്. ഒരു പെർമനൻറ്റ് ലെവലിൽ കോച്ച് ആവാൻ ആയിട്ടുണ്ടോ മൈക്കിൾ കാരിക് ഈ ഒരു ഫോർമേഷൻ വെച്ചിട്ടോ ഈ ഒരു ടാക്ടിക്സ് വെച്ചിട്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ അത് വേറെ വിഷയമാണ്. അത് നമുക്ക് എൻഡ് ഓഫ് ദി സീസൺ നമുക്ക് വീണ്ടും സംസാരിക്കാം. ഇനി നമ്മുടെ ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫെൻസീവ് സ്ട്രക്ചർ ഒരു സീനാണ്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നത് മസ്റാവി വിൽ സ്റ്റാർട്ട്, യോറോ ഉണ്ടായിരിക്കും, ഹെവൻ ഉണ്ടായിരിക്കും, ഡാലോ ആയിരിക്കും. ഇപ്പുറത്തെ ഈ സൈഡിൽ ഫുൾ ബാക്ക്, ലാമിൻസ് ഗോൾ കീപ്പർ, രക്ഷയില മാറൂല. കസമിറോ മെയിനു മിഡ്ഫീൽഡ് 2. ബ്രൂണോ ഫെർണാണ്ടസ്, ദ മോസ്റ്റ് ഇൻഫോം പ്ലെയർ ഇൻ ദ പ്രീമിയർ ലീഗ്, ഈസ് ദ സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. എംബൂമോ കുനിയ അപ്പുറത്തും ഇപ്പുറത്തും റൈറ്റും ലെഫ്റ്റ് വിങ്ങിലും. ആൻഡ് ഐ വുഡ് ആക്ച്വലി സ്റ്റാർട്ട് അമാദ്. അതാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന ചേഞ്ച്. പലരും പറയും സെസ്കോ ഇൻ ഫോമിലല്ലേ, ശരിയാണ്. പക്ഷേ ഈ കളിയിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ന്യൂകാസിൽ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് കാണിക്കുന്ന ടീമാണ്. പ്രത്യേകിച്ച് ഡാൻബാൻ്റെ മുമ്പിലൊക്കെ സെസ്കോ ശരിക്കും പതറിപ്പോവും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ന്യൂകാസിലിൻ്റെ പിറകിൽ സ്പേസ് കണ്ടെത്തണമെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിൽ സ്പേസ് കണ്ടെത്തണമെങ്കിൽ ഐ തിങ്ക് എംബൂമോ കുനിയൊക്കെ വന്നിട്ട് ഒരു ഫോൾസ് നൈൻ പോലെ ഡീപ്പിലോട്ട് ഇറങ്ങി വരുമ്പോൾ മാത്രമാണ് നമുക്ക് സ്പേസ് കണ്ടെത്താൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഐ വുഡ് ആക്ച്വലി പിക്ക് അമാദ് ഇൻസ്റ്റെഡ് ഓഫ് സെസ്കോ ഈ കളിയിൽ. പിന്നെ ഇതൊരു പ്രൂവ് ചെയ്യാനുള്ളൊരു മത്സരം കൂടിയാണ്. അവൻ്റെ വേർത്ത് എന്താണെന്ന് പ്രൂവ് ചെയ്യാനുള്ള മത്സരമാണ്. ഐ തിങ്ക് വി വിൽ സ്കോർ ഗോൾസ്,
പക്ഷേ വി വിൽ സ്ട്രഗിൾ വിത്ത് ദ ഫിസിക്കാലിറ്റി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇൻറ്റൻസിറ്റി ആൻഡ് ഫിസിക്കാലിറ്റി ഈ മാച്ചിൽ മസ്റ്റാണ്. നമ്മൾ അവിടെ പോയിട്ട് ചുമ്മാ നനഞ്ഞ കോഴിയെ പോലെ കളിക്കുകയാണെങ്കിൽ മക്കളെ പണി മേടിച്ചിട്ട് പോയിട്ടുള്ള കാര്യം പറയാലോ. ഫ്രം മിനിറ്റ് 1 till 90 നമ്മൾ ഇൻറ്റൻസിറ്റി ആൻഡ് എനർജി അത് മസ്റ്റാണ്. പിന്നെ എൻ്റെ പ്രഡിക്ഷൻ ഇതൊരു സമനിലയാവുന്നതാണ്, ഒരു 1-1, 2-2 ആവുന്നതാണ് എൻ്റെ പ്രഡിക്ഷൻ. പക്ഷെ നമ്മൾ ഈ കളി ജയിക്കുകയാണെങ്കിൽ ഐ തിങ്ക് നമ്മൾ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഗോൾ അടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ കളി ജയിക്കുക. അതാണ് എൻ്റെ പ്രഡിക്ഷൻ. കാരണം അവരുടെ ഗോൾ കീപ്പർ കുറച്ച് വൾണറബിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൈൽഡ് പ്രഡിക്ഷനാണ്. നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സിൽ നിന്നൊരു ഗോൾ അടിച്ചുകൊണ്ട് മിക്കവാറും നമ്മൾ കളി ജയിക്കും എന്നുള്ളത്. അത് കൗണ്ടർ അറ്റാക്കിങ്ങിലാവാം, അല്ലാതെയാവും എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിവിടെ കുറച്ച് സ്റ്റാറ്റ്സിന് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ അതിലോട്ട് പോവാം. ഇപ്പോൾ ഇവിടുത്തെ രണ്ട് ടീമിനെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ മാച്ചസ് എടുത്താൽ സെയിം ആണ്, ഈക്വലാണ്. ഗോൾ സ്കോർഡ്, ഗോൾസ് കൺസീഡഡ്, അസിസ്റ്റ് എല്ലാം നമ്മൾ ഫസ്റ്റാണ്. ന്യൂകാസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളാണ് ബെറ്റർ. അതിൻ്റെ കൂടെ തന്നെ അറ്റാക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗോൾസ് പെർ ഗെയിം നമ്മൾ കൂടുതലാണ്, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പെർ ഗെയിം നമ്മൾ കൂടുതലാണ്, ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് പെർ ഗെയിം നമ്മൾ കൂടുതലാണ്. പക്ഷേ ബിഗ് ചാൻസസ് മിസ്ഡ് പെർ ഗെയിം അവരാണ് ബെറ്റർ. അവരങ്ങനെ ബിഗ് ചാൻസ് മിസ് ചെയ്യാത്തൊരു ടീമാണ്. അപ്പോൾ അതൊരു കൺസേൺ ആണ് നമുക്ക് അവർക്ക് മാക്സിമം ബിഗ് ചാൻസസ് അവർക്ക് കൊടുക്കരുത്. അതാണെന്ന് എനിക്ക് മനസ്സിലായത്. ബോൾ പൊസിഷൻ, ഇവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന സംഭവം. ബോൾ പൊസിഷൻ ന്യൂകാസിലാണ് എപ്പോഴും കൂടുതൽ മാൻ യുണൈറ്റഡിനെക്കാട്ടും. സോ നമ്മൾ അവർക്ക് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ എന്താണെന്നുള്ളത്. ലെറ്റ് ദം കീപ് ദ ബോൾ. ആക്യുറേറ്റ് പാസസ് നമ്മളാണ് ബെറ്റർ, ആക്യുറേറ്റ് ലോങ് ബോൾസ് അവരാണ് ബെറ്റർ. അപ്പോൾ അവർ കുറേ ലോങ് ബോൾ ഇടുന്നൊരു ടീമാണ്, അത് നമ്മൾ മറക്കരുത്. ഇനി നമ്മുടെ ഡിഫെൻസീവ് ഇതിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൂ ഈസ് ബെറ്റർ, അതായത് ക്ലീൻ ഷീറ്റ്സിൽ അവരാണ് ബെറ്റർ. അവർക്ക് 7 ക്ലീൻ ഷീറ്റ് ഉണ്ട്, നമുക്ക് 5 ഉള്ളൂ. ഗോൾസ് കൺസിഡർ പെർ ഗെയിം നമ്മളാണ് ബെറ്റർ, ഇൻ്റർസെപ്ഷൻസ് പെർ ഗെയിം നമ്മളാണ് ബെറ്റർ, ടാക്കിൾസ് പെർ ഗെയിം നമ്മളാണ് ബെറ്റർ, ക്ലിയറൻസസ് പെർ ഗെയിം അവരാണ് ബെറ്റർ. അത് ഐ ഡോണ്ട് മൈൻഡ്, ലെറ്റ് ദം ക്ലിയർ ദ ബോൾ. അത് നമ്മൾ എത്രത്തോളം ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ്. പിന്നെ പെനാൽറ്റീസ് കൺസിഡർ നമ്മളാണ് ബെറ്റർ, അവർ നമ്മളെക്കാട്ടും കൂടുതൽ പെനാൽറ്റി കൺസിഡർ ചെയ്യുന്ന ടീമാണ്. അപ്പോൾ ലെറ്റ് ദാറ്റ് സിങ്ക് ഇൻ. അതും ചിലപ്പോൾ നമുക്ക് ഒരു ഫാക്ടറായി മാറിയേക്കാം. പിന്നെ ഗോൾ കീപ്പർ വരുത്തുന്ന സേവ്സ് പെർ ഗെയിം അവരാണ് ഏറ്റവും കൂടുതൽ സേവ് ചെയ്യുന്നത്, പക്ഷെ അവർ സ്റ്റിൽ വൾണറബിൾ ആണ്. പിന്നെ ഡിവൈൽസ് 1, ഇവിടെയാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് സംഭവം വരുന്നത് നാളത്തെ മാച്ചിലോട്ട്. അതായത് ഡിവൈൽസ് 1 പെർ ഗെയിം നമ്മളാണ് ബെറ്റർ. 52.4 ഡിവൈൽസ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട് വിത്ത് 50.9% ആക്യുറസി. സോ ഈ ഒരു സംഭവം എനിക്ക് നല്ല സമാധാനം തരുന്നുണ്ട്. കാരണം ഡിവൈൽസ് വിൻ ചെയ്യുന്നത് ഈ ഗെയിമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഫൗൾസ് പെർ ഗെയിം നമ്മൾ അധികം ഫൗൾ വെക്കാറില്ല. ഓഫ് സൈഡ്സ് അവരാണ് കൂടുതലും, ഓഫ് സൈഡ്സിൽ നമ്മളാണ് കൊടുക്കാറ് കൂടുതൽ. ഗോൾ കിക്സും ഡസൻ മാറ്റർ, അതൊന്നും എനിക്ക് അങ്ങനെ വലിയ കാര്യമുള്ള സംഭവമല്ല. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് തോന്നുന്നത് അറ്റാക്കിംഗ് വൈസ്, ഡിഫെൻസീവ് വൈസ്, അതേപോലെ തന്നെ ഡ്യുവൽസ് വിൻ ചെയ്യുന്നതിൽ വി ആർ എ ബെറ്റർ ടീം ആൻഡ് ദാറ്റ്സ് വൈ വി ആർ 3rd, ദേ ആർ 13th. അത് നാളെയും കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഐ ഹോപ്പ് യുണൈറ്റഡ് വിൻ. എന്താണ് നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആരായിരിക്കും നാളത്തെ മാച്ച് വിന്നർ? ഒരു കാര്യം കൂടെ, നാളത്തെ മാച്ച് വിന്നർ സെസ്കോ ആണെങ്കിൽ നമ്മൾ അന്ന് എടുത്തു വെച്ചൊരു കടമുണ്ട്, അതായത് ഒരു ജേഴ്സി ഗിഫ്റ്റ് ചെയ്യുന്ന സംഭവം, അദ്ദേഹം ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ സെസ്കോ മാച്ച് വിന്നർ ആവുകയാണെങ്കിൽ ഐ ഹോപ്പ് സെസ്കോ വിൽ സ്കോർ ദ വിന്നർ. എൻ്റെ പ്രഡിക്ഷൻ ഡ്രോ ആണ്. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള യുണൈറ്റഡ് ഫാൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ കോമൻറ്റ്സ്, അവരുടെ സ്കോർ പ്രഡിക്ഷൻസ് കോമൻറ്റ് ചെയ്യാൻ പറയുക. നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻസ് മറക്കാതെ കോമൻറ്റ് ചെയ്യുക. ഹൂ വിൽ വിൻ ദിസ് മാച്ച്? സ്കോർ പ്രഡിക്ഷൻ എന്താണ്? ദിസ് ഈസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. We will win because we are Manchester United. I hope we will win. We have to win at St. James Park. This boost will be the confidence for the rest of the season. Glory, glory, Man United.